പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് എതിർവശം കെഎസ്ആർടിസി റോഡിൽ പൈപ്പ് പൊട്ടിയുണ്ടായ വിള്ളൽ പരിഹരിക്കാൻ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. കാഴ്ച പരിമിതൻ കുഴിയിൽ വീണെങ്കിലും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച അതിരാവിലെയാണ് പൈപ്പ് പൊട്ടിയത്. അതിശക്തമായ പൊട്ടലിൽ റോഡിന്റെ വശത്ത് ഗർത്തം രൂപം കൊണ്ട് കടകളിലേക്ക് വെള്ളം ഇരച്ചുകയറി നാശനഷ്ടം നേരിട്ടു. തുണിക്കടകളിൽ തുണി നനഞ്ഞു. മൊബൈൽ കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറി നാശം സംഭവിച്ചു. ജലവിതരണം നിർത്തിവച്ചെങ്കിലും റോഡിലുണ്ടായ കുഴി അടയ്ക്കാൻ തയ്യാറായില്ല. കുഴിക്ക് ചുറ്റും പ്ലാസ്റ്റിക് റിബൺ വലിച്ചുകെട്ടി കോണും കൊടിയും വെച്ച് അപകട മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇക്കാര്യം അറിയാതെ നടന്നുവന്ന കാഴ്ച പരിമിതനാണ് ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ ഗർത്തത്തിൽ വീണത്. സമീപത്തെ കടയിലുള്ളവർ ഓടിയെത്തി ഇദ്ദേഹത്തെ പിടിച്ചു കയറ്റുകയായിരുന്നു. പരിക്കുകളൊന്നും ഉണ്ടായില്ല. ഈ ഭാഗത്തു കൂടി സഞ്ചരിക്കാനും പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. പൈപ്പ് പൊട്ടിയതോടെ നഗരത്തിൽ ഒട്ടുമിക്ക ഭാഗത്തും കുടിവെള്ള വിതരണം മുടങ്ങി. നോയമ്പ് മാസത്തിൽ വെള്ളം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അടുത്തിടെ പുതുക്കി നിർമ്മിച്ച റോഡിലാണ് പൈപ്പ് പൊട്ടി വൻകുഴി രൂപപ്പെട്ടത്. 2 ദിവസം മുൻപ് ചെറിയ രീതിയിൽ ഈ ഭാഗത്ത് വെള്ളം ഒഴുകിയിരുന്നു. പിന്നീടാണ് ശക്തമായി പൊട്ടി ജലം കുത്തിയൊഴുകിയത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് ജല അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ടാറിംഗ് പൂർത്തിയായി അധിക നാൾ കഴിയും മുൻപേ നഗരത്തിലെ പല ഭാഗത്തും പൈപ്പ് പൊട്ടി റോഡ് തകരുന്നുണ്ട്. പഴയ പൈപ്പുകളാണ് പലയിടത്തുമുള്ളത്. ചിലയിടങ്ങളിൽ പുതിയതും പഴയതുമായ പൈപ്പുകൾ സംയോജിപ്പിക്കുന്നതും പൊട്ടുന്നതിന് കാരണമായി മാറുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് കോൺഗ്രസ് പത്തനംതിട്ട ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ ആവശ്യപ്പെട്ടു. പുലർച്ചെ 5 മണിക്ക് ശേഷം പത്തനംതിട്ട കെഎസ്ആർടിസി റോഡിൽ വലിയ ശബ്ദത്തോടു കൂടിയാണ് പൈപ്പ് പൊട്ടിയത്. ആ ഭാഗം വലിയ ഗർത്തം ഉണ്ടാവുകയും വെള്ളം സമീപ പ്രദേശത്തുള്ള കടകളിൽ വെള്ളം ഇരച്ചു കയറുകയും അവിടെയുള്ള സാധനങ്ങളിൽ എല്ലാം നാശനഷ്ടം വരുത്തുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെ ഈ പൈപ്പ് ശരിയാക്കാനുള്ള നടപടികൾ അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പത്തനംതിട്ട നഗരത്തിൽ വിവിധ മേഖലകളിൽ ഇത്തരം പൈപ്പുകൾ, ചെറുതും വലുതുമായ പൈപ്പുകൾ പൊട്ടിയിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞാണ് ഇവർ അത് തിരിഞ്ഞുപോലും നോക്കുന്നത്. ഇന്നലെ പൊട്ടിയ പൈപ്പ് ഇതുവരെ നന്നാക്കാൻ കഴിയാതെ ഇതുവരെ ഇങ്ങനെ കിടക്കുകയാണ്. പത്തനംതിട്ട ഹൃദയഭാഗത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. വെള്ളം കിട്ടാതെ ഇന്നലെ മുതൽ പല മേഖലകളിലും വെള്ളം കിട്ടുന്നില്ല. എന്നാൽ ഈ നടപടി പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടി അധികാര ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.